ശ്രീ വി കെ സനോജ്, ഈ ഘട്ടത്തിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമെന്ന് വിലയിരുത്തേണ്ടതായി വരികയല്ലേ? അങ്ങനെയല്ല. ഇതിപ്പോ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കേസ് മാത്രമല്ലല്ലോ, കേസിന്റെ ഒരു വലിയ നിര തന്നെ കിടക്കുകയല്ലേ. അപ്പൊ ഒരു കേസിൽ ഹൈക്കോടതിയിൽ പോയി തൽക്കാലത്തേക്ക് അറസ്റ്റ് തടയുന്ന ഒരു വിധി വാങ്ങിയിട്ടുണ്ട്. അത് അന്തിമ വിധിയൊന്നുമല്ല. മാത്രമല്ല, ഈ കേസ് ഒന്നാമത്തെ കേസിൽ പെട്ട് ഒളിവിൽ പോയ ഘട്ടത്തിൽ തന്നെ വേറൊരു അതിജീവിത രംഗത്ത് വരികയും അവര് നേരിട്ട കൊടിയ പീഡനം സംബന്ധിച്ച് അവര് AICCക്കും ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളോടെല്ലാം ആ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ അതിന്മേൽ മൊഴിയെടുക്കലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇനി നടക്കാനിരിക്കുകയാണ്. ഏതായാലും അതിന്മേലും കേസെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ കേസിൽ തൽക്കാലത്തേക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വാങ്ങിയത് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ഈ ആ നിലയിൽ അയാൾ രക്ഷപ്പെട്ടു എന്ന നിലയിലേക്ക് കാണേണ്ടതില്ല. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന തന്നെ ഉണ്ടാവും. അതായത് തീർച്ചയായും അത് നിയമപരമായി ഇതിപ്പോൾ സാങ്കേതികമായ വശങ്ങളിൽ നിന്നുകൊണ്ട് അറസ്റ്റ് തടയുന്നു എന്നാണ് താങ്കൾ പറയുന്നത്, അല്ലേ? അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു കേസിന് പിന്നാലെ നിരവധി കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ പിന്നീട് ഉയർന്നു വന്ന പരാതികൾ സംബന്ധിച്ച് പോലീസ് അതിന്റെ തെളിവെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോ ആദ്യത്തെ അതിജീവിതയുടെയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുന്നു. അത് സെഷൻസ് കോടതി തള്ളുന്നു. പിന്നീട് അറസ്റ്റ് തടയാൻ ആവശ്യമായിട്ടുള്ള ഒരു വിധി ഇപ്പോൾ സമ്പാദിച്ചിട്ടുണ്ട്. അതൊന്നും അന്തിമ വിധിയല്ലല്ലോ. സ്വാഭാവികമായിട്ടും അടുത്ത കേസ് ഇവിടെ ശ്രീ വി കെ സനോജ്, നേരത്തെ BJP പ്രതിനിധി ശ്രീകൃഷ്ണകുമാറിന്റെ പ്രതികരണം എന്നത് സർക്കാർ ഒളിച്ചുകളി നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇത്രയും ദിവസം 10 ദിവസത്തെ സമയം ലഭിച്ചിട്ടും ഇങ്ങനെ ഒരാളെ പിടികൂടാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിച്ചില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അവസരമൊരുക്കി കൊടുത്തു എന്നുള്ളതാണ് ആക്ഷേപം. ഇല്ല, അതൊക്കെ BJPയുടെ രാഷ്ട്രീയ ആരോപണമല്ലേ. അതിനൊക്കെ അർഹിക്കുന്ന ഗൗരവത്തിൽ എടുക്കേണ്ട, അതിനോട് തള്ളിക്കളയാന്നല്ലാതെ. അതായത് ഈ വിഷയത്തിനകത്ത് നമ്മുടെ പോലീസും ഗവൺമെന്റും എടുത്ത സമീപനം കൃത്യമായിട്ടും ആളുകൾക്ക് അറിയാവുന്നതാണ്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തതല്ലോ. രാഹുലിന് വേണ്ടിയിട്ട് അയാൾ MLA ആണ്. അതുമായി ബന്ധപ്പെട്ട് അയാൾക്ക് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് അവർക്ക് കൊടുക്കുന്ന സംരക്ഷണം ചെറുതല്ല. അപ്പൊ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ രാഹുലിനെ തള്ളിപ്പറയാതെ സംരക്ഷിച്ച അനുഭവമല്ലേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് രാഹുലിനെ ഷാഫി പറമ്പിലും ഈ സംഘവും കൂടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 10 ദിവസമായി എന്നതുകൊണ്ട് ഇനി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. ഈ രാഹുലിനെ പോലത്തെ ഒരാളെ സംരക്ഷിക്കാൻ കേരളത്തിലെ പോലീസോ ഗവൺമെന്റോ തയ്യാറാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? BJP ഇതിനിടയിൽ CPM-നെതിരായിട്ടൊരു രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കുക, അതൊന്നും ആ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമില്ല. ശരി, വളരെ നന്ദി ശ്രീ സനോജ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. വളരെ നിർണായകമായ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ വരുമ്പോൾ അത് താൽക്കാലികമായി രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ആശ്വാസമേകുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് സെഷൻസ് കോടതി അറസ്റ്റ് തടയാൻ തയ്യാറാകാതിരുന്ന പശ്ചാത്തലം, മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം തള്ളിയ പശ്ചാത്തലം. ഇവിടെ ഇതാ കോടതി അടുത്ത തവണ കേസ് പരിഗണിക്കുന്നത് 15-ാം തീയതിയാണ്. ആ 15-ാം തീയതി കേസ് പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കേസ് ഡയറി ഹാജരാക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ നമുക്കറിയാം ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത് അതിജീവിതയുടെ പരാതിയിൽ മേൽ ആണ്. പക്ഷേ അതിജീവിതയുടെ പരാതിക്ക് പുറമെ മറ്റൊരു പരാതി KPCCയുടെ ഭാഗത്തു നിന്നുണ്ട്. അത് KPCCക്ക് 23 നൽകിയ പരാതി അത് ഫോർവേഡ് ചെയ്ത ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഗൗരവമേറിയ വകുപ്പുകൾ ചുമത്തപ്പെടുന്നു. ആ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടും, അതായത് അറസ്റ്റിനുള്ള വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ടായിരിക്കും. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ സമാന സ്വഭാവമുള്ള മറ്റ് കേസുകളിലും അറസ്റ്റ് നടപടികളുമായി പോലീസ് സംവിധാനം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം അത് കോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കും. കോടതി നിർദ്ദേശം ഉള്ളപ്പോഴും മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്താൽ അത് വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോകേണ്ടതുണ്ടോ, അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകുമോ എന്നതിലൊക്കെ ഇനിയും നമുക്ക് വ്യക്തത കൈവരേണ്ടതുണ്ട്. നവമി, നിലവിൽ കോടതിക്ക് മുന്നിൽ ഉള്ളത് ഈ അതിജീവിതയുടെ പരാതിയുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷയാണ്. ഇതിനിടയിൽ തന്നെയാണ് അതിവേഗ നീക്കവുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. അത് മറ്റൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അത് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. സാങ്കേതികമായ പരാതി നിലനിൽക്കുമോ എന്നതിൽ വ്യക്തത കുറവുണ്ട്. കാരണം ഒരു പരാതി KPCCക്ക് ലഭിച്ചതാണ്. KPCC ആ പരാതി പോലീസിന് ഫോർവേഡ് ചെയ്തതാണ്. പോലീസ് സംഘം ഈ യുവതിയുടെ മൊഴി എടുക്കുകയോ അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. പക്ഷേ ആ യുവതി നിയമ സംവിധാനത്തിന് മുന്നിൽ പരാതി നൽകുന്നില്ല എങ്കിൽ ആ പരാതി നിലനിൽക്കില്ല.
എങ്കിൽ പോലും ഇപ്പോൾ ഈ മറ്റു പരാതികളിൽ കൂടി പോലീസ് നടപടി സ്വീകരിക്കുമ്പോൾ ഈ അറസ്റ്റ് തടയുക എന്നത് മറ്റ് കേസുകൾക്ക് കൂടി ബാധകമാകുന്ന സാഹചര്യമുണ്ടോ? അതിൽ വ്യക്തത കൈവരുന്നുണ്ടോ നവമി? അഭിലാഷ്, എന്തായാലും നമുക്ക് അതിൽ ഉടനെ തന്നെ ഉത്തരം നൽകാൻ കഴിയും. ഇപ്പോൾ ആദ്യത്തെ കേസ്, അതായത് ഈ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് ഈ അതിജീവിത നൽകിയ പരാതിയിലായിരുന്നു മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് രാഹുൽ മാങ്കൂട്ടം. അത് ഇന്ന് രാവിലെ തന്നെ ഹൈക്കോടതി ചേർന്ന സമയത്ത് തന്നെ ഹർജി പരിഗണിക്കുമ്പോൾ ഈ അഭിഭാഷകൻ പ്രധാനമായും ഉന്നയിച്ചത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. ഇത് പരിഗണിച്ച കോടതി, ഇത് കേട്ടതോടുകൂടി തന്നെ കോടതി പറഞ്ഞത് ഇത് ഈ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ് ഈ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജിയിൽ പല ഗൗരവകരമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിലെല്ലാം വിശദമായിട്ടുള്ള ഒരു വാദം കേൾക്കേണ്ടതുണ്ട്. ആ വാദം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഈ ജാമ്യ ഹർജിയിൽ ഒരു ഉത്തരവുണ്ടാവുക. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്, ഒരു ഉത്തരവ് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തോട് SITയോട് കേസ് ഡയറി ഹാജരാക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ എന്തൊക്കെ തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശേഖരിച്ചിരിക്കുന്നത്, യുവതിയുടെ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടം ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ എത്രമാത്രം കഴമ്പുണ്ട്, ഇതെല്ലാം അറിയണമെങ്കിൽ കേസ് ഡയറി ഹാജരാക്കണമെന്നുകൂടി SIT സംഘത്തോട് അറിയിക്കുകയും ചെയ്തു ഹൈക്കോടതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 15-ാം തീയതി ഒന്നുകൂടിയായിരിക്കും, 15-ാം തീയതി വീണ്ടും ഈ ഹർജി പരിഗണിക്കുമ്പോഴായിരിക്കും 15-ാം തീയതി ഹർജി പരിഗണിക്കുമ്പോഴായിരിക്കും വിശദമായ വാദത്തിലേക്ക് 15-ാം തീയതി പോകും, അല്ലെങ്കിൽ കേസിന്റെ മെറിറ്റിലേക്ക് ആ ഘട്ടത്തിൽ തന്നെ കടക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഒരു പക്ഷേ ഈ ഘട്ടത്തിലും പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പൊതുവെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ് രാഹുലിന്റെ നീക്കം എന്നുള്ളതാണ്. അതിന് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് നൽകുക സാധ്യമല്ല. പക്ഷേ പല സാധ്യതകളാണ് മുന്നിൽ ഉള്ളത്. കഴിഞ്ഞ 10 ദിവസമായി രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ചില രാഷ്ട്രീയ വിമർശനങ്ങൾ നമ്മുടെ പോലീസ് സംവിധാനത്തിന് നേരെ ഉയർന്നിരുന്നു. അതായത് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു നേതാവിനെ പിടികൂടാൻ സാധിക്കുന്നില്ല, നമ്മുടെ പോലീസ് സംവിധാനവും ആഭ്യന്തര വകുപ്പും ഒക്കെ അത്രമേൽ ദുർബലമാണോ എന്നുള്ളതാണ്. അവിടെ പ്രിയ പ്രേക്ഷകർ വളരെ കൃത്യമായി ഓർക്കേണ്ടത്, ഇന്നലെ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന വാദങ്ങളിൽ ഒന്ന് ഈ അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടം സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ നേരത്തെ അഭിഭാഷകൻ പറഞ്ഞ വാക്കുകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് ഈ സംഘം ആവശ്യപ്പെട്ടിരുന്നു. അതോ അറസ്റ്റ് പോലെ ഒരു നീക്കത്തിന് മാത്രമാണോ ശ്രമിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് അയക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നോ? കാരണം രാഹുൽ മാങ്കൂട്ടം കൃത്യമായി MLA എന്ന പ്രിവിലേജ് ഉള്ള ആളാണ്. അത് നമുക്ക് തള്ളിക്കളയാനാകില്ല. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് പ്രിവിലേജ് ഉണ്ട്. ഒരുപക്ഷെ പല പോലീസ് ഉദ്യോഗസ്ഥരെക്കാൾ ഉയർന്ന റാങ്കുള്ള ആൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം ടെക്നിക്കലി. അതുകൊണ്ട് നമുക്ക് അഭിഭാഷകന്റെ വാദത്തെ നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കില്ല. ഇനി എന്താണ് മുന്നിലേക്കുള്ള സാധ്യതകൾ എന്നുള്ളതാണ്. ഒരു പരിധിവരെയെങ്കിലും രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുവാനുള്ള സാധ്യതയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയേണ്ടത്. അതായത് രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുകയാണ് എങ്കിൽ, ഇതിനു മുമ്പ് പ്രോസിക്യൂഷന്റെ വാദം എന്നത് അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല എന്ന വാദം ഉന്നയിക്കുമ്പോൾ ഇനിയിപ്പോൾ കീഴടങ്ങിയാൽ 15-ാം തീയതിയാണ് ഈ വിഷയം വീണ്ടും കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത്. അന്ന് കോടതി ഒരു തീരുമാനമെടുക്കുന്നത് വരെ അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ ഞാൻ അന്വേഷണ സംഘവുമായി സഹകരിക്കുന്നുണ്ട്, നിയമത്തെ പിന്തുടരുന്നുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന് വാദം ഉന്നയിക്കാം. ഇനി വരാൻ പോകുന്ന 9 ദിവസങ്ങൾ എന്നത് അന്വേഷണ സംഘത്തിനും വലിയ സമയപരിധിയാണത്. ഈ 9 ദിവസത്തിനകം പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിക്കാമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കോടതിക്ക് മുന്നിൽ അങ്ങനെയൊരു വാദം ഉന്നയിക്കാം. 9 ദിവസം എൻ്റെ കക്ഷി കൃത്യമായി അന്വേഷണ സംഘത്തോട് സഹകരിച്ചു, അതിന് തെളിവുകൾ ശേഖരിക്കണമെങ്കിൽ ശേഖരിക്കാമായിരുന്നു. പക്ഷേ ബോധപൂർവമായി അന്വേഷണ സംഘം ഇത് നീട്ടിക്കൊണ്ടു പോവുകയാണ്. അതിൽ ഗൂഢാലോചനയുണ്ട് എന്ന വാദത്തെ കൂടുതൽ ശക്തമാക്കാൻ സ്വാഭാവികമായും അവിടെ അഭിഭാഷകന് സാധിക്കും, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകന് സാധിക്കും. അതേസമയം തന്നെ കേസ് ഡയറി ആവശ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ച് എന്തെല്ലാം തെളിവുകൾ
തൻ്റെ വാദത്തെ സാധൂകരിക്കുന്ന തരത്തിൽ ഹാജരാക്കാൻ പറ്റും. അങ്ങനെ ഒരു വലിയ സമയം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നു, ഒപ്പം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്.